നാളെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ 2-3 ദിവസം മുമ്പായിരുന്നു പുടവ കൊടുക്കലും ഹൽദിയും. രണ്ടുകൂടെ ഒരുമിച്ച് ഒരുപോലെ നടത്തിയുകൊണ്ട് നമുക്ക് രണ്ടുകൂടെ അങ്ങ് ലാഭമായി. ഈ ഒരു പിടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്ന പോലെ രണ്ടുകൂടെ ഒരു ദിവസം അങ്ങ് കഴിഞ്ഞ് കിട്ടി നമുക്ക്. ചേട്ടൻ്റെ വീട്ടുകാർ ഒരു വൈകുന്നേരം സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ചേച്ചി വന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഒരുക്കി നല്ല സുന്ദരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നേരെ വന്ന് അവർ കേക്ക് മുറപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അനുഗ്രഹം മേടിച്ച് നമ്മുടെ ബന്ധുക്കളെല്ലാം ചുറ്റിനും നിൽപ്പുണ്ടായിരുന്നു. അനുഗ്രഹിക്കുന്ന സമയത്ത് അതിയായ സന്തോഷം കൊണ്ടാണോ അതിയായ സങ്കടം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, അവർ രണ്ടുപേരും ചേച്ചി അനുഗ്രഹിക്കാനോട് മറന്നുപോയി. പിന്നീട് രണ്ടാമത് ക്യാമറമാൻ പറഞ്ഞിട്ട് വീണ്ടും അനുഗ്രഹിക്കുമായിരുന്നു. പിന്നെ നേരെ നമ്മൾ പുടവ കൊടുക്ക ചടങ്ങിലേക്ക് പോയി. അങ്ങനെ വളരെ മംഗളകരമായിട്ട് പുടവ കൊടുക്കലും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു. നമ്മൾ ആദ്യമായിട്ടായിരുന്നു നമ്മുടെ വീട്ടിലൊരു പുടവ കൊടുക്കൽ ചടങ്ങ് നടക്കുന്നത്. പിന്നെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി. അവസാനം നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ വന്നിട്ട് ഫോട്ടോസ് എടുത്തു. പക്ഷേ എല്ലാവരും പെറുക്കി കൂട്ടാൻ ഞാൻ പെട്ട പാട് അത് എനിക്ക് മാത്രം അറിയാം. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് കല്യാണത്തിൻ്റെ തൊട്ട് തലേന്നായിരുന്നു നമ്മൾ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നത്. മെഹന്തി ഇടാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വന്നതാണ്. അതും ഇത്രയും ദൂരത്തുനിന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് മെഹന്തി ഇട്ടിട്ട് തന്നിട്ടുണ്ടായിരുന്നു. സംഭവം എന്തൊക്കെയാലും അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കണ്ടവരെല്ലാവരും പറഞ്ഞു, ഓ എന്താണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്ന അടിപൊളി കീച്ച സാധനം എന്ന് പറഞ്ഞു. അവക്കിതൊരു പ്രൊമോഷനായിട്ട് കൂടെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സഹായികളാ ചുറ്റിനും അങ്ങ് എന്തൊക്കെയുള്ള ക്യാബേജ് തോരൻ, പയറ്, ക്യാബേജ് അല്ല ശരി ക്യാബേജ്, മാങ്ങാച്ചാറ്, സാമ്പാർ. സന്ധ്യാമ്മയാണോ എന്റെ മക്കളുമാരെ? എങ്ങനെ പറഞ്ഞു മക്കളുമാര്? എന്തൊരു സ്നേഹം. അങ്ങനെ പിറ്റേന്ന് കല്യാണ ദിവസമായി ചേച്ചി ഒരുക്കാനായിട്ട് കൊച്ചിയിൽ നിന്നുള്ളൊരു ടീമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഷെറിൻസാക്ക് മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി മേക്കപ്പ് ആയിരുന്നു. അതായത് മേക്കപ്പ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും സാരി ഡ്രേപ്പിംഗ് ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ ഈ നാട്ടുകാരുടെ അനുസരിച്ച് നമ്മൾ റിയാക്ഷൻ വീഡിയോ എടുക്കുന്ന ഒരു പതിവുണ്ടല്ലോ. നമ്മൾ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഒരുങ്ങിയോ, കൊള്ളാമല്ലോ, എന്നാ വാ നമുക്ക് പോവാം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു എല്ലാവർക്കും. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സാധനം കിട്ടിയില്ല. നമ്മൾ റീൽസിലും ഷോർട്സിലും ഒക്കെ കണ്ടതൊന്നും അല്ലെന്നേ സത്യം. വേണ്ട, അത്രയ്ക്ക് ക്ലോസ് വേണ്ട, അതൊക്കെ കല്യാണം കഴിഞ്ഞു. എന്നോട്ട് തോന്നണമെങ്കിൽ ഒട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടില്ല. ഇവനോട് കൺവെൻഷൻ മുകളിൽ പടർന്നു. ഫോട്ടോ എടുപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 9 മണി 9:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ടും പ്രത്യേക ചടങ്ങുകളുണ്ടെന്ന് ഞാൻ ആ സമയത്തായിരുന്നു അറിയുന്നത്. നമ്മൾ അത്യാവശ്യം നേരത്തെ ആയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മണ്ഡപത്തിലേക്ക് എത്താൻ കുറച്ച് ലേറ്റ് ആയിപ്പോയില്ലേ എന്നൊരു ഡൗട്ട്. കാരണം ചെറുക്കൻകൂട്ടർ വന്നതിന് ശേഷമാണ് നമ്മൾ ചെല്ലുന്നത്. സാധാരണ നേരെ തിരിച്ചാണല്ലോ. അങ്ങനെ അവസാനം നമ്മൾ തപ്പി കണ്ടുപിടിച്ച് നമ്മൾ നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി. അതായത് പെട്രാസ് കൺവെൻഷൻ സെൻറ്റർ എലന്തൂരുള്ള. പക്ഷെ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് കിട്ടിയ ടീം എല്ലാം അടിപൊളിയായിരുന്നു. അതായത് ഓഡിറ്റോറിയം ആണെങ്കിലും ഡെക്കറേഷന്, കാറ്ററിങ്, മേക്കപ്പ് എല്ലാം ഒന്നിനൊന്നിന് വെച്ചതായിരുന്നു. അടിപൊളിയായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോഴേക്കും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും അടിപൊളിയാക്കി വെച്ചേക്കുമായിരുന്നു അവർ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സദ്യയാണ്. സദ്യ ഒരു രക്ഷയില്ലായിരുന്നു. വന്നവർക്ക് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നല്ല അടിപൊളി സദ്യ എന്നുള്ളത്. നമുക്ക് ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും പാളിപ്പോകുന്നുള്ളത്. പക്ഷെ നമുക്കൊന്നും പാളിയിട്ടില്ലായിരുന്നു, എല്ലാം ഗംഭീരമായിരുന്നു.
പെണ്ണ് കാണലിന് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് പേരെ വന്നിട്ടുള്ളായിരുന്നു. എന്നിട്ടും ചേച്ചിക്ക് നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അതേ ടെൻഷൻ തന്നെ ആയിരുന്നു കല്യാണത്തിനും. മെയിനായിട്ടും കല്യാണത്തിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള ടെൻഷനിലുപരി ചേച്ചി ഫോൺ വഴി വിളിച്ചിട്ടാണ് ഈ കേറ്ററിങ്ങും ഡെക്കറേഷനും അങ്ങനെ കുറേയുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ അതെല്ലാം നന്നായിരിക്കുമോ എന്നുള്ള ടെൻഷൻ കാരണം നമുക്ക് നല്ല രീതിയിലുള്ള ഡിസ്റ്റൻസ് വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തലേദിവസം വന്ന് ഡെക്കറേഷൻ എങ്ങനെ ഉണ്ടെന്ന് ഒന്നും നോക്കാനായിട്ട് പറ്റിയില്ല. നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ആ ചേട്ടന്മാരെ ഏൽപ്പിച്ചേക്കുമായിരുന്നു. എന്തായാലും അവർ നമ്മളെ ചതിച്ചിട്ടില്ല. എല്ലാം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോഴേക്കും. അങ്ങനെ കല്യാണമൊക്കെ മംഗളകരമായിട്ട് കഴിഞ്ഞു. പിന്നെ ബന്ധുക്കളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് സ്റ്റേജിലോട്ട് കയറുമായിരുന്നു. അവരുടെ 7 വർഷത്തെ പ്രണയമാണ് അവസാനം സാഫല്യമായിരിക്കുന്നത്. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കല്യാണം കഴിഞ്ഞതോടെ ഒരുവിധം ആശ്വാസമായി രണ്ടുപേർക്കും. അയ്യോ, നമുക്കും ഒരുവിധം ആശ്വാസമായി. കാരണം നമ്മൾ ഇതിൻ്റെ പുറകിന് കുറേ നമ്മളെല്ലാവരും ഓരോന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നതാണ്. അവസാനം ആ ഒരു ഡേ കഴിഞ്ഞു എന്ന് ഓർക്കുമ്പോഴത്തേക്കും നല്ല വിഷമമുണ്ട്. ഇതാണ് ജിങ്കു ഇരിക്കുന്നത്. ജിങ്കു കഴിച്ചു വീഡിയോ അടിയിൽ കൂടെ പോകുന്നുണ്ട്. അവരെ കൂടെ വ്ലോഗ് നോക്കരുത്. ജിങ്കുവിനെ തപ്പിയിരിക്കുമായിരുന്നു. സത്യഗംഭീരം. കല്യാണത്തിന്റെ വീഡിയോ എടുപ്പും പരിപാടികളിലോട്ടൊക്കെ നടന്നുകൊണ്ട് തന്നെ ഞാൻ ഈ ജന്തുക്കളെ ഒന്നും കല്യാണത്തിന് അവിടെ വന്നതിന് ശേഷം കണ്ടിട്ടേ ഇല്ല. നോക്കിയപ്പോൾ സദ്യാലയത്തിൽ ഇരുന്ന് ചോറ് കഴിക്കുന്നു, അതും ആദ്യത്തെ പന്തിക്ക്. സ്വന്തം വീട്ടിലെ കല്യാണമായിട്ടും ആദ്യത്തെ പന്തിക്ക് ഇരിക്കാൻ നാണം ഉണ്ടോ താങ്കൾക്കൊക്കെ? പിന്നെ അവരെയും തെറ്റ് പറയാൻ പറ്റത്തില്ല. രാവിലെ കഴിച്ചതിന്റെ അഡ്രസ്സ് പോലും ഓർമ്മ കാണത്തില്ല. അപ്പൊ നാളെ വേണമെങ്കിൽ വൈകിട്ട് വരാം.